പുതിയൊരു ഘട്ടത്തിലേക്ക്, ഒരു റീലോഡഡ് എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു ഘട്ടത്തിലേക്കാണ് മമ്മൂക്ക എത്തുന്നത്. അപ്പോൾ മമ്മൂക്കയുടെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ ദിവിഷ് മണി ചേരുന്നുണ്ട്. ദിവിഷ്, ആദ്യം തന്നെ നമുക്ക് മമ്മൂക്കായ്ക്ക്, നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് ആയുരാരോഗ്യവും, ഈ പുതിയ സിനിമ ചിത്രത്തിൽ നല്ല മികവുറ്റ ഒരു കഥാപാത്രമായി മമ്മൂക്കയുടെ ക്യാരക്ടർ മാറട്ടെ. അത് വിഷുവിന് ഒരു വലിയൊരു വിഷു കൈനീട്ടം പോലെ എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. ഇനി വരാൻ പോകുന്നത്, കാരണം നമ്മളെല്ലാം പറഞ്ഞല്ലോ മമ്മൂക്ക കമ്മിങ് ബാക്ക്, മമ്മൂക്ക റിട്ടേൺസ്, അങ്ങനെ പല 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 ക്യാപ്ഷൻസ് ആയിരുന്നു. എന്താണ് മമ്മൂക്കയുടെ ഒരു തിരിച്ചുവരവിലേക്ക്, കാരണം വലിയൊരു അസുഖത്തെ മറികടന്ന് വരുമ്പോഴുണ്ടാകുന്ന പുതിയൊരു മമ്മൂക്ക ഒരു പുത്തൻ ലുക്കിലായിരിക്കുമോ? അദ്ദേഹം എങ്ങനെ വന്നാലും മമ്മൂട്ടി ക്യാമറയ്ക്ക് മുന്നിൽ വന്നാൽ അല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു എനർജി അത് ആരെയും നമുക്ക് അതിന് താരതമ്യപ്പെടുത്താൻ പറ്റുന്നില്ല. അപ്പോൾ മമ്മൂട്ടി തിരിച്ചു വരിക എന്ന് ഇന്നലെ അദ്ദേഹത്തിൻ്റെ ആദ്യ അല്ലേ ചെന്നൈയിലെ എയർപോർട്ടിലേക്ക് അദ്ദേഹം വാഹനം ഓടിച്ചു വരുന്നു. പിന്നെ ഹൈദരാബാദിലെത്തുന്നു, അവിടെ അനുരാഗ് കശ്യപിനെ കാണുന്നു. ആ ദൃശ്യങ്ങൾക്കൊക്കെ അടിയിൽ ആളുകളുടെ, എനിക്ക് സിനിമാ താരങ്ങൾ, സംവിധായകരൊപ്പം സാധാരണക്കാരായ നമ്മളെപ്പോലെ സാധാരണക്കാരായ പ്രേക്ഷകരുമൊക്കെ അദ്ദേഹത്തിൻ്റെ ആ തിരിച്ചുവരവ് ആഘോഷിക്കുന്ന കാഴ്ചയുണ്ട്. ഇപ്പോൾ ഇത് വലിയൊരു ആകാംക്ഷ ഉണ്ടാക്കുന്നൊരു സിനിമയാണ്. ഇപ്പോൾ സാധാരണഗതിയിലായിരുന്നെങ്കിൽ ഇതിൻ്റെ ഈ ദൃശ്യങ്ങൾ പോലും ചിലപ്പോൾ പുറത്തുവിടില്ലായിരുന്നു. കാരണം മമ്മൂട്ടി മോഹൻലാൽ ഒരുമിക്കുന്നു, അതിൻ്റെ ഒരു രഹസ്യാത്മകതയൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചല്ലേ കൂടുതലൊരു ആളുകളുടെ ഇങ്ങനെ ഒരു ഹൈപ്പ് ഉണ്ടാക്കി നിർത്താൻ വേണ്ടി ചിലപ്പോൾ ഞാനത് ചോദിക്കാൻ കാരണം ഇന്നലെ ഒരു 30 വർഷം ആഘോഷിച്ച ഒരു ചാനലിൻ്റെ ആദ്യ തുടക്കത്തിൽ അവിടുത്തെ ഒരു ഭാഗമായിരുന്നു ദിവിഷ്. അന്ന് തൊട്ട് സിനിമയുടെ ക്യാരക്ടർ സിനിമാ പരിപാടികളൊക്കെ ചെയ്യണം. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ എത്രയും ഒരു വർഷം, ഓരോ വർഷവും കടന്നു മമ്മൂക്കയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തെ, കാരണം എല്ലാവരും പറയുന്നത് എന്താണ്, ഓരോ ദിവസവും ഇങ്ങനെ ചെറുപ്പക്കാരനായിരുന്നു, ഒരു അസുഖം പിന്നിട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് പോലും ഇട്ട ഫോട്ടോയ്ക്ക് അത്രമാത്രം ഒരു നമ്മൾ പ്രതീക്ഷയുടെ അങ്ങനെയുള്ള ആ ഒരു മമ്മൂട്ടി വ്യക്തിപരമായിട്ട് നോക്കുമ്പോഴെന്താണ് തോന്നുന്നത്? അല്ല, മമ്മൂട്ടി എക്കാലവും അദ്ദേഹം സിനിമയിൽ വന്ന് ഒരു മമ്മൂട്ടി എന്നൊരു താരമായതിനു ശേഷം ലുക്കിലാണെങ്കിലും കഥാപാത്രങ്ങളുടെ ഗെറ്റപ്പിലൊക്കെ വളരെ സൂക്ഷ്മത പുലർത്തുന്ന, ഒരുപക്ഷെ അങ്ങനെ അത്രയധികം തൻ്റെ ലുക്കിൽ സൂക്ഷ്മത പുലർത്തിയ വേറൊരു നടൻ, അദ്ദേഹത്തെ കണ്ടായിരിക്കും പിന്നീട് വന്ന പലരും പഠിച്ചിട്ടുണ്ടാവുക. എങ്ങനെ ഒരു ആക്ടർ ശരീരം കാത്തു സൂക്ഷിക്കണം, അദ്ദേഹത്തിൻ്റെ ശബ്ദം എങ്ങനെ കാത്തു സൂക്ഷിക്കണം. മൊത്തത്തിൽ ഒരു ആക്ടർ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ശരീരമാണ് ഒരു ആക്ടറുടെ ഏറ്റവും വലിയ ആയുധം എന്നത് അദ്ദേഹത്തിൻ്റെ ശരീരമാണ്. ആ ശരീരം എത്രത്തോളം സൂക്ഷ്മതയോടെ കാത്തു സൂക്ഷിക്കണമെന്ന് അദ്ദേഹത്തിന് പിന്നാലെ വരുന്നവർക്ക് ഒരു പാഠപുസ്തകമായി മാറിയ ആളാണ് മമ്മൂക്ക. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം വന്ന് നിൽക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യനാണെങ്കിലും ആലോചിച്ചൊക്കെ ഇത്രയും വലിയൊരു അസുഖത്തെ മറികടന്ന് വരുമ്പോൾ എങ്ങനെയായിരിക്കും. പക്ഷേ മമ്മൂട്ടിയുടെ ഒരു വിൽ പവർ, അദ്ദേഹം പറഞ്ഞ പോലെ ക്യാമറ ഈസ് കോളിംഗ്, അല്ലെങ്കിൽ കേരള ഈസ് കോളിംഗ്, മലയാളി എല്ലാവരും, ലോകം മുഴുവൻ വേൾഡ് ഈസ് കോളിംഗ് എന്ന് പറയാം മമ്മൂട്ടിയെ. കാരണം അങ്ങനെ എത്രയോ കഥാപാത്രം, ഇപ്പോൾ ഈ അടുത്ത സമീപകാലത്ത് തന്നെ അന്താരാഷ്ട്ര രംഗത്താണെങ്കിലും ദേശീയ തലത്തിലൊക്കെ സിനിമാ നിരൂപകരൊക്കെ പറഞ്ഞ മലയാളത്തിൻ്റെ ഒരു പ്രത്യേകത ആലോചിക്കും. മമ്മൂട്ടിയെ പോലെ ഇത്രയും മുതിർന്നൊരു താരം ഒരു ചാത്തൻ വേഷത്തിലേക്ക് വരുന്നു അല്ലേ, ഭ്രമയുഗം വരുന്നു, അല്ലെങ്കിൽ കാതൽ പോലെ വളരെ സാധാരണ രീതിയിൽ ആരും ചിലപ്പോൾ രക്ഷ ചെയ്യാൻ മടിക്കുന്ന അത്രയും കഥാപാത്രങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫയർ എന്നത് എനിക്ക് ഒരു 20-കാരനിലുള്ള ഫയർ അദ്ദേഹത്തിന് ഈ വയസ്സിൽ. നമ്മൾ വിഷുക്കണിയായി, വിഷു കാലത്തേക്ക് ഇനി അധിക കാലമില്ല, സമയമില്ല, ഇനിയുണ്ട്, മാസങ്ങളുണ്ട്. ആ സമയത്ത് എന്തായിരിക്കും ഇത്രയൊരു ഈ സിനിമയും ബന്ധപ്പെട്ട്, സിനിമയിലെ ഈ ഒരു ക്യാരക്ടർ മഹേഷ് നാരായണൻ്റെ ചിത്രമാണ്, ആ സിനിമയുടെ ഒരു കഥാപാത്രത്തെക്കുറിച്ച് അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽ? അല്ല, ഇന്നിപ്പോൾ അവർ പുറത്തുവിട്ടിട്ടുള്ളത് എനിക്ക് ആ സ്റ്റിൽസ് നമ്മൾ കാണിക്കും. ജസ്റ്റ് ഒരു പോസ്റ്റർ മാത്രമാണ് ദുൽഖർ പങ്കുവച്ചത്. കിങ് ഈസ് ബാക്ക് എന്ന് പറഞ്ഞ് ദുൽഖർ പങ്കുവയ്ക്കുന്നത് ബിഗ് എംസ് ഓഫ് ഇന്ത്യൻ സിനിമ എന്നാണ്. എം മമ്മൂട്ടി, മോഹൻലാൽ, MN മഹേഷ് നാരായണൻ എന്നായിരിക്കും. അപ്പോൾ പാട്രിയോട്ട് എന്നാണ് ആ സിനിമയുടെ പേരെന്നാണ് പൂർണ്ണമായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ള ഏകദേശം പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടീസർ നാളെ വരുന്നത്. ഈ കാണുന്ന ഒരൊറ്റ ചിത്രം മാത്രമാണ് ദുൽഖർ ഓൺലൈനിലൂടെ പങ്കുവച്ചത്. നാളെ അതിൻ്റെ ടീസർ വരും. എനിക്ക് ടീസറിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ എന്തായിരിക്കും അവരുടെ ലുക്ക് എങ്ങനെയാണെന്നറിയാം നമ്മൾ അല്ലേ. മമ്മൂട്ടി മോഹൻലാൽ ഒരുമിച്ച് വരുമ്പോൾ അവരുടെ ലുക്ക് എങ്ങനെയാണെന്നൊക്കെ നമ്മളിൽ വളരെ കൗതുകം ഉണ്ടാക്കുന്നുണ്ട്. അവർ നിലവിലുള്ള അതേ പ്രായം, അതേ നിലയിലുള്ള കഥാപാത്രമാണോ അതോ വേറെ ഏതെങ്കിലും ഗെറ്റപ്പിലാണോ വരിക എന്നൊക്കെ വളരെ ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നാളത്തെ ആ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നെ കണ്ണങ്കാവിലായിരിക്കും ആദ്യം മമ്മൂട്ടിയുടെ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്ന സിനിമ. അതൊന്ന് ആലോചിച്ച് നോക്കണം. വില്ലൻ വേഷത്തിലാണ് വിനായകൻ, മറുഭാഗത്ത് മമ്മൂട്ടി ഒരു വില്ലൻ കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. ആ ടീസർ നമ്മളോട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സമയത്ത് ഇത്രയും പരീക്ഷണങ്ങൾ ചെയ്യാൻ മനസ്സ് തുറന്ന് പുതിയ ആളുകൾക്ക് തന്നെ കൊടുക്കാൻ, തന്നിലെ നടനെ കൊടുക്കാൻ തയ്യാറാകുന്ന അപൂർവം നടന്മാരിൽ ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തിരിച്ചു നമ്മൾ ഇത്ര ആഘോഷിക്കുന്നത്. അതാണ് മമ്മൂക്കയ്ക്ക് മാത്രമേ അത് കഴിയുകയുള്ളൂ. മമ്മൂക്കയ്ക്ക് കഴിയട്ടെ. ആ സിനിമയിൽ വളരെ എനർജറ്റിക് ആയിട്ട് നമ്മൾ ഇതിനെ കണ്ടതിലും 10 മടങ്ങായി ആ ചിത്രം പൂർത്തിയാക്കാൻ കഴിയട്ടെ. തീർച്ചയായും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.